ഗരുഡപുരാണത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ 3 ഒന്ന്, ധർമ്മമാർഗത്തെ അവലംബിച്ചുള്ള ജീവിത പദ്ധതികളെ പറഞ്ഞു തരിക. വെച്ചാൽ എങ്ങനെയാണോ ധർമ്മമാർഗത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളത്. 2, ബ്രഹ്മപ്രകരണം എന്നുള്ള ചിന്ത, അതിൽ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗത്തെയുമാണ് പറഞ്ഞു തരുന്നത്. 3-ാമത്തെ വിഷയത്രേ പ്രേതപ്രകരണം. പരേതാത്മാവിന് യാതൊരു ഗതിയാണ് പ്രാപിക്കുന്നത്? ഈ ചോദ്യം ഗരുഡനും ഭഗവാനും തമ്മിൽ നടത്തുന്നു. ഭഗവാനെ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരണം, യാതൊരു ആത്മാവാണ് പ്രേതഗതിയെ പ്രാപിക്കുന്നത്? എന്താ പ്രേതഗതി വെച്ചാൽ? മുക്തിയർഹല്ലാത്ത ആത്മാവ് അത്രേ പ്രേതഗതിയെ പ്രാപിക്കണം. ഗതിയിൽ എത്തിച്ചേരാത്ത ആത്മാവ് എന്ന് സാരം. ഭാഗവതമൊക്കെ കേട്ടപ്പോൾ നമ്മൾ ആദ്യം മഹാത്മ്യ സമയത്ത് പ്രാരംഭത്തിൽ തന്നെ നമ്മൾ ദുന്ദുകാരിയുടെ കഥ ഒക്കെ കേൾക്കുന്നുണ്ടായിട്ടുണ്ട് അല്ലേ? അവിടെയും പ്രേതഗതിയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഭാഗവതം തുടങ്ങിയത് തന്നെ ആ പ്രേതത്തിന്റെ കഥ പറഞ്ഞിട്ടാണല്ലോ. ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയില്ല എന്നും പിന്നീട് സഹോദരൻ ഗോകർണൻ വരണതും ശപഥാഹം നടത്തുന്നതുമായ കഥയും ആ പ്രേതാത്മാവ് ഭാഗവത ശ്രവണം കൊണ്ട് മുക്തിയെ നേടിയതായ കഥയൊക്കെ പറയുമ്പോഴും അവിടെ യാതൊരു ആത്മാവാണോ അതിൻ്റെ പ്രാപ്യസ്ഥാനായ ഭഗവാനിൽ എത്തിച്ചേരാതെ ഭൂമിയിൽ ചരിക്കണത്, ഇതൊക്കെ പ്രേതഗതികളാണെന്ന് പറയുന്നു ഇല്ലേ? കേൾക്കുമ്പോൾ ഭയമുണ്ട്. പ്രേതഗതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റേ വെള്ളസാരിയും പുകയൊക്കെ മനസ്സിൽ ഓർമ്മ വരിക. അതല്ല ഇവിടെ. അപ്പൊ ഗതി ലഭിക്കാത്തത്, ഗതി വെച്ചാൽ മാർഗം, ഗതി കിട്ടാത്തത് ഒക്കെ നമ്മൾ ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കുക പദവുണ്ട് അല്ലേ? അപ്പോ പഞ്ചഭൂതാത്മകമായ ശരീരം അതിൻ്റെ പ്രാപ്യസ്ഥാനായ പഞ്ചഭൂതങ്ങളിൽ എത്തിച്ചേരണം. ശരിയല്ലേ? ചിന്തിക്കൂ. ശരീരച്ചാൽ പഞ്ചഭൂത നിർമ്മിതാണ്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി ഇത്യാദികളാൽ നിർമ്മിച്ചതാണ് ഈ ശരീരം. ഈ പ്രകൃതിയിലെ എല്ലാം അങ്ങനെ തന്നെ. ശരിയല്ലേ പറയണത്? പഞ്ചഭൂതാത്മകമാണ്. ഈ കാണുന്നതൊക്കെ പഞ്ചഭൂതത്തിന്റെ പല പ്രകാരത്തിലുള്ള സൃഷ്ടികളാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് ദീസ് 5 എലമെന്റ്സ്. ഈ കാണുന്നതൊക്കെ അതല്ലേ? പലത് പലതായിരിക്കണമെന്നേ ഉള്ളൂ. എങ്കിലും ഇതിന്റെ എല്ലാം മൂല സ്വരൂപം ഒന്ന് തന്നെ. പഞ്ചഭൂതാത്മകമായിരിക്കണ പ്രകൃതി അത് എല്ലാത്തിനെയും പല പ്രകാരത്തിൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കണോ? ഈ ശരീരം പഞ്ചഭൂതാണ്. രാവിലെ ഇഡലി, ദോശ, പുട്ട്, കടല, ചട്നി, സാമ്പാറൊക്കെ കഴിച്ചു. അതൊക്കെ എവിടെ നിന്നുണ്ടായി? അരിയിൽ നിന്ന്, ഗോതമ്പിൽ നിന്ന്, അല്ലെങ്കിൽ കടലയിൽ നിന്ന്, പരിപ്പിൽ നിന്ന്, പയറിൽ നിന്ന്. അത് എവിടെ നിന്നുണ്ടായി? സസ്യങ്ങളിൽ നിന്നുണ്ടായി. സസ്യം എവിടെ നിന്നുണ്ടായി? ഭൂമിയിൽ. ഭൂമിയുടെ ഒരംശമല്ലേ അകത്തേക്ക് കഴിച്ചത്? കഴിക്കാൻ പോണത് എന്നൊരു സമയമായി എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ അല്ലേ? അപ്പൊ ഈ ഭൂമിയിലെ അംശാണ് അകത്തേക്ക് ചെന്ന് അഹം വൈശ്വാനരോ ഭൂത്വാം പ്രാണിനാം ദേഹമാശ്രിത. ഇതിങ്ങനെ അകത്ത് ചെന്ന് പ്രാണാപാനവത് സമായുക്ത ഭജാമ്യന്നം ചതുർവിധം. ഇതിങ്ങനെ ഗ്ലൂക്കോസും മാൾട്ടോസും ബ്രാക്കറ്റോസും ഊർജമൊക്കെ ആയിട്ട് അതല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കണതാ. അപ്പൊ ഈ അകത്തേക്ക് പോയതായ ഭൂമി തത്വമാണ് ശരീരമായത്. സംശയമുണ്ടോ? ഇല്ല. അകത്തേക്ക് കുടിച്ച ജലമാണ് ശരീരമായത്. സംശയമുണ്ടോ? ഇല്ല. അകത്തേക്ക് ഓരോ നിമിഷവും ഈ നിമിഷവും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉള്ളിൽ എന്ത് സഞ്ചരിക്കുന്നുണ്ട്? പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ നിശ്ചയത്തോടെയാണോ? അല്ലല്ലോ. ആ പ്രാണന്റെ സന്നിവേശമാണ് ശരീരത്തിന്റെ ഉള്ളിൽ ഓരോ നിമിഷവും ഈ ശരീരത്തെ നിലനിർത്തണത്. നമ്മൾ അറിയണില്ലെങ്കിൽ ധ്രുവമാരൻ ശ്രദ്ധിക്കണ്ടല്ലോ. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ പ്രാണനായിട്ടും പ്രാണചൈതന്യമായിട്ടിരിക്കണതും ഭഗവാനാണ്. അപ്പൊ പ്രാണനും ഭഗവാൻ തന്നെ. അഗ്നിയും ഭഗവാൻ, ജലവും ഭഗവാൻ, ഭൂമിയും ഭഗവാൻ, ആപ്, ജലം, ആകാശം അല്ലെ, ഇത് സഞ്ചരിക്കുന്നതായ സ്പേസ് അതും ഭഗവാൻ തന്നെ. ഈ പഞ്ചതത്വങ്ങൾ ചേർന്നതാണ് ശരീരം എന്നുള്ളതിൽ സംശയമില്ല. മനസ്സിലായി അല്ലേ? ഭൂമി അംശമാണ് ശരീരമായിരിക്കണത്. അകത്ത് 80% ജലാന്ന് ശാസ്ത്രം പറയണു. അപ്പൊ ജലവുമാണ് ശരീരം. അഗ്നി അല്ലെ, കഴിച്ചത് ഭക്ഷണം ദഹിച്ചോ എന്നാ ചോദിക്കുക. എന്താ ചോദിക്കുക? ദഹനം അല്ലെ, അഗ്നി കത്തുകയാണ് അല്ലേ? അകത്തിങ്ങനെ ജഡരാഗ്നി അല്ലേ, ജഡരാഗ്നി കത്തിക്കഴിഞ്ഞിട്ടാ ഇരിക്കണം നമ്മളൊക്കെ. അപ്പൊ ആ ജഡരാഗ്നി ആയിട്ടായിരിക്കണം അകത്ത് തേജസ് അല്ലേ.
അത് ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം, ഈ പഞ്ചതത്വം അല്ലേ ശരീരം. നമ്മുടെ ഹൈന്ദവരുടെ മരണാനന്ത ക്രിയയുടെ സമ്പ്രദായമൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയല്ലേ നമ്മൾ നോക്കൂ. നമുക്ക് ഈ ലോകത്തിൽ തന്നെ നമ്മുടെ ഫ്യൂണറൽ സെറിമണി, ഈ ഗരുഡപുരാണത്തിലൊക്കെ ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട് അല്ലേ. ഈ ദഹനം ചെയ്തിട്ട് മാത്രമേ ശരീരം ഏറ്റവും പരിശുദ്ധാക്കാൻ പറ്റുള്ളൂ എന്ന് കാണിച്ചത് ഹൈന്ദവ സമ്പ്രദായം അല്ലേ. മറ്റുള്ളവരെ കാര്യം നമ്മൾ വിമർശിക്കുകയല്ല. എന്നാലും നോക്കൂ, ശാസ്ത്രീയമായി ഒരു മൃതശരീരം കുഴിച്ചിടുന്നതാണോ ദഹനം ചെയ്യുന്നതാണോ ശാസ്ത്രം? കൊറോണ വന്ന കാലത്ത് നമ്മളൊക്കെ അതല്ലേ ചെയ്തതാ. മറ്റു മതക്കാരൊക്കെ പലരും വലിയ കുഴപ്പമുണ്ടാക്കി. എന്താ വെച്ചാൽ ഈ ശരീരം എങ്ങാനും കത്തിപ്പോട്ടി സ്വർഗം കിട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞ് വിഷമി ഉണ്ടാക്കി. നോക്കൂ, ഗരുഡാദി പുരാണങ്ങളൊക്കെ പറയണു മൃതശരീരം അഗ്നിയിൽ പരിശുദ്ധാക്കണതാണ് ഏറ്റവും നല്ലത് അല്ലേ. കാരണം അതിനകത്തിരുന്ന ആത്മചൈതന്യായ ഭഗവത് സ്വരൂപം, പ്രകാശിതമായിട്ടുള്ളതായ ആ ചൈതന്യം, അതിന് നാശമില്ല. അതിപ്പോൾ കുഴിച്ചിട്ടാലും കത്തിച്ചാലും സമുദ്രത്തിൽ ഒഴുകിയാലും ഇപ്പോൾ കുംഭമേളയ്ക്കൊക്കെ കണ്ടില്ലേ, മഹാസന്യാസിമാരുടെ മൃതശരീരമൊക്കെ ഇങ്ങനെ പ്രത്യേകം ഒഴുകി കെട്ടി ജലത്തിലേക്ക് ഒഴുകി വിടുന്ന ഒരു സമ്പ്രദായം അല്ലേ. മന്ത്രജപത്തോടെ നാദജപത്തോടെ ഒരു വഞ്ചിയിൽ അവരുടെ മൃതശരീരത്തെ കൊണ്ടുപോയി. എന്താ അത്? ജല സമാധി. എന്താ വാക്ക്? സമാധിയാണല്ലോ. കുഴപ്പമായിട്ടിരിക്കണം പറഞ്ഞു കഴിഞ്ഞു സാർ അല്ലേ. അപ്പോൾ ആദിയിൽ സമമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് സമാധി. ആദിയിൽ അല്ലേ, എവിടെ നിന്നാണോ ഉദ്ഭവിച്ചത് ബ്രഹ്മസ്വരൂപനായ ഭഗവാനിൽ നിന്ന്, അതിൽ ലയിക്കുന്ന അവസ്ഥ സമാധി. യഥാർത്ഥ സമാധി നടക്കുന്നത് ഉള്ളിലാണ്, ബുദ്ധിയിലാണ്. ആരാണോ ബുദ്ധി കൊണ്ട് ഏകീകൃതമായ അവസ്ഥയിൽ ഇരിക്കുന്നത് അവരാണ് സമാധി ആയവരെ. അപ്പൊ അങ്ങനെ ആ സമാധി, ജലസമാധി ഉണ്ട്, അഗ്നി സമാധി ഉണ്ട്, അല്ലെങ്കിൽ ഭൂസമാധി ഉണ്ട് അല്ലേ. ഭൂമിയിലെ പ്രത്യേക സമാധി ചിത്ര സമ്പ്രദായമൊക്കെയാണ് സാധാരണ ഋഷിപുരോഗതങ്ങളായ ശൈലികളൊക്കെ വരുന്നത്. അതവിടെ ഇരിക്കട്ടെ, ഗരുഡപുരാണം അതൊക്കെ വർണ്ണിക്കേണ്ട. എന്തായാലും എന്താ പറയണോ, ഈ ശരീരം എങ്ങനെയായാലും അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കും. നമ്മുടെ ആചാരത്തിൽ അഗ്നിയിൽ ശരീരം കത്തിക്കണു, ബാക്കിയുള്ള അംശം ഭൂമിയിൽ ലയിക്കും, ബാക്കിയുള്ള അംശം കത്തിയിട്ട് ഇങ്ങനെ വായുവായിട്ട് പോവും, ബാക്കി ആകാശത്തിൽ ലയിക്കും, ബാക്കി വന്ന് ചിതാഭസ്മായി കുടത്തിൽ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? ജലം അല്ലേ, ജലത്തിൽ ഒഴുകും. അപ്പൊ പഞ്ചഭൂത തത്വമായ ശരീരം എവിടെയാണ് ലയിച്ചിക്കണോ? ഈ പഞ്ചഭൂത പ്രകൃതിയിൽ തന്നെ പൂർണ്ണമായിട്ടും. ശരിയല്ലേ പറയണത്? ലോകത്ത് എവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ശരിയല്ലേ പറയണത് അല്ലേ. നമ്മുടെ ആ സമ്പ്രദായത്തിൽ മാത്രമേ ഈ പഞ്ചഭൂതം എന്നുള്ള സങ്കല്പമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇത് ശരീരത്തിന്റെ ഗതിയാണ് അല്ലേ. ഇതിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം, സത്ത്, അന്തസത്തായിരിക്കുന്നതാണ് സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം അല്ലേ. ആ സത്ത് നഷ്ടായി. ആ സമയത്ത് ശരീരത്തിന്റെ താപമൊക്കെ തീർന്നു. ഇവിടെ ഗരുഡത്തിൽ വർണ്ണിക്കേണ്ട ഈ അല്ലേ അനവധിയായ അഗ്നി ശരീരത്തിലൂടെ കടന്നു പോകുന്ന ശക്തിയിലാണ് ഒരു മരണങ്ങൾ സംഭവിക്കുന്നത്. എന്താ, ഒരു നിമിഷം തന്നെ ശക്തമായ ഒരു പ്രഹരം അല്ലെ, ഒന്ന് ചെറിയൊരു ഷോക്ക് അടിച്ചാൽ തന്നെ ശരീരത്തിൽ എന്താ ഉണ്ടാവുക? അങ്ങനെ 1000 തേജസ്സുകൾ ശരീരത്തിലൂടെ ഒരു നിമിഷങ്ങൾ കടന്നുപോയാൽ എങ്ങനെ ആ നേരം കൊണ്ട് ആ മരണം അങ്ങോട്ട് സംഭവിക്കണത്. ആ പ്രേതഗതി എന്നും പറയുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാവണതാ അല്ലേ. ആ സമയത്ത് ശരീരത്തിന്റെ അഗ്നി മുഴുവൻ അണഞ്ഞു പോണോ അല്ലേ. ശരിയല്ലേ? ശരീരം മരണം കഴിഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞ് ശരീരം തൊട്ട് നോക്കിയാൽ എന്തായി? ശരീരം തണുത്ത് വിറച്ച് അല്ലേ. ആ തേജസ്സാർന്ന അഗ്നി ചൈതന്യം ശരീരത്തിനുള്ളെന്ന് ആ നിമിഷം തന്നെ നഷ്ടായിട്ടുണ്ടാവും. ശരിയല്ലേ പറയണത്? കാരണം അഗ്നിസ്വരൂപമായിരുന്ന സത്ത് എന്ത് ചെയ്തു? പോയി. തമിഴ്നാട്ടിലൊക്കെ ഭംഗിയായിട്ട് ഞങ്ങളുടെ പാലക്കാട് കടന്ന് കോയമ്പത്തൂർ കടന്നാൽ പറയാം അവരെന്താ സത്ത് പോയിടിച്ച്. ആ സത്ത് പോയി. അത് മലയാളത്തിൽ വന്നപ്പോൾ എന്തായി? ചത്തുപോയി. അങ്ങനെയല്ലേ? ശരിയല്ലേ പറയണത്? അപ്പൊ ഉള്ളിലിരുന്ന ആത്മസ്വരൂപായത് പഞ്ചഭൂതാത്മകമായ പ്രകൃതി പഞ്ചഭൂതത്തിലേക്ക് ലയിച്ചു. ആത്മസ്വരൂപായ ഭഗവത് ചൈതന്യം ഗരുഡൻ ചോദിക്കണോ എന്താ സംഭവിക്കണത്? ഈ ആത്മസ്വരൂപായ അംശം അതിൻ്റെ ഗതിയെ പ്രാപിച്ചില്ലെങ്കിൽ പിന്നീടോ അതിന് ഉടൻ തന്നെ ഒരു അസത് ജന്മം ലഭിക്കണോ? പിന്നീട് കർമ്മപ്രാരബ്ധങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അടുത്ത ജന്മത്തിലേക്ക് കിടക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? പ്രാണികളായിട്ടോ മറ്റോ ഒക്കെ ജനിക്കേണ്ടതായിട്ട് വരും എന്നാ പറയണത്. പ്രധാനമായിട്ടും എന്താ പറയണു? ഒരു പൂമ്പാറ്റയായിട്ട് ജനിക്കേണ്ടി വരും. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൃമിയായിട്ട് ജനിക്കേണ്ടി വരും അല്ലെ. അജം ചത്തു ഗജമായി പിറന്നിടു ഗജം ചത്തങ്ങ് അജവുമായിടുന്നു അല്ലേ എന്നൊക്കെ തന്നെ പൂന്താനം വർണ്ണിച്ചതായ സങ്കല്പത്തെ ഇവിടെ സാർത്ഥകാക്കി കാണിച്ചു തരണു. കർമ്മവാസനകൾ ഒടുങ്ങാത്ത ശരീരം ഭഗവാനെ പ്രാപിക്കില്ല. പുണ്യപാപങ്ങൾ സന്തുലാവുമ്പോൾ സുഹൃതം വർദ്ധിക്കുമ്പോൾ മാത്രമേ ഭഗവത് പ്രാപ്തി കിട്ടുള്ളൂ.
അപ്പോഴേ ഭഗവത് തേജസ്സിലേക്ക് ലയിക്കാൻ സാധിക്കുള്ളൂ, വിഷ്ണുപാദങ്ങളിൽ ലയിക്കാൻ സാധിക്കുള്ളൂ. അതുവരെയും ആത്മാവ് പുതിയൊരു ശരീരത്തെ തേടിക്കണോ. ഗരുഡൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കണോ, അതാ ഗംഭീരമായിട്ട് ഭഗവത് ഗരുഡ സംവാദത്തിൽ ഭംഗിയായിട്ട് പറയണോ. ആത്മാവ് അതിന്റെ ഗതിയെ പ്രാപിക്കാതെ, വിഷ്ണുപദത്തെ പ്രാപിക്കാത്തിടത്തോളം കാലം പുതിയ ശരീരത്തെ നേടി പ്രാരബ്ധം ഒഴിയണവരെ പുനരഭിജനനം പുനരവിമരണം പുനരഭിജനനി ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അതുകൊണ്ട് സമയം കളയാതെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ ഉടൻ തന്നെ ഇനി ആരെ ഭജിച്ചു തുടങ്ങിക്കോളൂ. ഭഗവാൻ വൈകുണ്ഠ നാരായണനായിരിക്കണ ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ എന്നും പറയണോ. അതുകൊണ്ട് ഗരുഡനായിട്ട് പറഞ്ഞു കൊടുക്കണോ, ഭഗവാനെ അതിനെന്താ വേണ്ടത്? പ്രാരബ്ധങ്ങൾ ഒഴിയാതെ കണ്ട് ജന്മം തരുന്ന ഭഗവത് പ്രാപ്തി ലഭിക്കണമെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യവും ഊർജവും ഉത്സാഹമുള്ള സമയത്ത് സത്കർമ്മങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ആരോഗ്യം ആയുസൊക്കെ ഉള്ളപ്പോൾ അതേമാതിരി ഗരുഡപുരാണൊക്കെ വന്ന് കേൾക്കാതിരുന്നത് വലിയ ഭാഗ്യം. നാളെ ഇപ്പോൾ അതേമാതിരി വരാൻ പറ്റുമെന്ന് നിരീക്ഷിച്ചില്ല. അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഒരമ്മ കാര്യമായിട്ടിരുന്നിട്ട് ഭാഗവതമൊക്കെ ഇങ്ങനെ കാണാണ്ട് പിടിക്കുന്നു. ഗംഭീരൻ, എന്താ അപ്പോൾ അത് തിരുമേനി കണ്ണൊക്കെ കാണാണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഭാഗവതം വായിക്കാൻ പറ്റാണ്ടായാലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂ. എന്താ വെച്ചാൽ നാളെ അതേമാതിരി ഒന്നും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് പറയണോ, കർമ്മവും കർമ്മവാസനകളൊക്കെ നമുക്ക് ദുരിതങ്ങളെ വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആയുഷും ഉത്സാഹവും ഊർജമൊക്കെ ഉള്ള കാലത്ത് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ശ്രേയസ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ശ്രേഷ്ഠത്വമാകുന്നതായ ഭഗവത് പ്രാപ്തിയെ പ്രാപിക്കാനായിക്കൊണ്ട് ഈ ജന്മത്തെ ഉപയോഗിക്കണം. അതിന് സമയം നോക്കൂ. ശരീരത്തിന്റെ ആരോഗ്യം ഉള്ള സമയത്ത് വേണം സുഹൃതങ്ങൾ ചെയ്യാൻ. ഇവിടെ ഗരുഡപുരാണത്തിൽ പറയണോ, എങ്ങനെയാണോ ഗൃഹത്തിന് തീപിടുത്തം ഉണ്ടായിട്ട് കിണർ കുഴിക്കാൻ പോണ മാതിരിയാണ് എന്ത് ചെയ്യണത് സാധാരണ സാധകന്മാരൊക്കെ തന്നെ സൽക്രമം ചെയ്യാൻ പോണത്. എന്താ കിണറിന് തീപിടിച്ചിട്ട് വീടിന് തീപിടിക്കുമ്പോൾ കിണർ അന്വേഷിച്ചു പോയി ജലം എടുക്കാൻ നിൽക്കുക വെച്ചാൽ വലിയ വൈഷമ്യാണ്. അതുകൊണ്ട് ആദ്യം അതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കണം. എന്ന മാതിരി എങ്ങനെയാണോ സത്കർമ്മവാസനകൾ ചെയ്ത് 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 ഈ ജീവിതം ശ്രേയോധർക്കായി തീരണത്, അപ്പോഴേ ശ്രേഷ്ഠമായ ബന്ധാവിലേക്ക് ഈ ജന്മത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ മരണസമയത്ത് ഇതൊന്നും കാണില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച അർത്ഥം കാണില്ല, ഗ്രഹം കാണില്ല, ഭാര്യ ഭർത്തൃബന്ധാദി മിത്രങ്ങൾ കാണില്ല, അതൊക്കെ നഷ്ടാവും. കാരണം അർത്ഥേ ഗൃഹേ നിവർത്തന്തേ. ഉണ്ടാക്കിയ സമ്പത്ത് മരണസമയത്ത് വീട്ടിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ശ്മശാനോ പുത്രബന്ധവാ, ശ്മശാനം വരെയും വരും. ആര് കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലാവുണ്ടല്ലോ. പുത്രബന്ധവാ, അവിടം വരെയെങ്കിലും വരുമോ ഈ ഉണ്ടാക്കിയ പണവും ശ്രേയസ്സും വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ഒക്കെ? അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ നിമിഷം പോണ്ടി വരും. വീട്ടുകാരും നിരീക്കും, എന്താ പോയപ്പോ ഇതൊന്നും കൊണ്ടുപോയില്ലല്ലോ, വെറുങ്കയോടെ അല്ലേ പോയതാ. പിന്നെ ആ പോണ സാധനത്തിന് വല്ല വിലയുണ്ടോ? കൊണ്ടുപോകുമ്പോ ഗംഭീര കരച്ചിലൊക്കെ കരിയും, എന്താ പോവല്ലേ പോവല്ലേ കൊണ്ടുപോയില്ലേ കൊണ്ടുപോയില്ലേ എന്ന്. എന്നാ എടുത്തോര് തിരിച്ചു, എന്നാ അവിടെ വെക്കാം, അയ്യോ കൊണ്ടോളൂ കൊണ്ടോളൂ. ഇവിടെ വെച്ചാലും വൈഷമ്യം. കാരണം എന്താ, അത്രയും കാലം സ്നേഹിച്ചതും ആരാധിച്ചതും ബഹുമാനിച്ചതും ഒക്കെ അതിനകത്തുള്ള തേജസ്സിനെ അല്ലേ. ഈ പഞ്ചഭൂതാത്മകമായ മൃത ശരീരത്തെ ബഹുമാനിക്കുന്നുണ്ടോ? ശങ്കരാചാര്യ സ്വാമികളും പറയുന്നില്ലേ, ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നപ്പോ ഒറ്റയ്ക്കാണ് ഭാര്യയും ഭർത്താവും ചില ഒരു വലിയ സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടായത്. എന്നാണോ ഭർത്താവിന് ശരീരത്തെ ജീവൻ പോയത്, പിന്നീട് ആ ശരീരം കാണുമ്പോൾ ഭാര്യയ്ക്ക് ഭയമാണ്. അടുത്തുള്ള വീട്ടുകാരെ വിളിച്ചു കൂട്ടും. കാരണം ഭാര്യ ആ ശരീരത്തെ ഭാര്യ ഭയക്കും. ഇത്രയും നേരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രേമത്തോടെ കണ്ട ശരീരം ജീവൻ എന്ന് പോയോ പിന്നെ അത് കണ്ടാൽ ഒറ്റയ്ക്കിരിക്കാൻ ഭാര്യയ്ക്ക് പറ്റില്ല വീട്ടില. ഇതാ കഥ. കാരണം ഇത്രയും നേരം തനിക്ക് സുരക്ഷിതത്വവും സ്നേഹവും പ്രേമൊക്കെ നൽകിയ ജീവാംശം അതെന്ന് ശരിയല്ലേ പറയണത്. അപ്പൊ ഈ മൃതമായ ശരീരത്തെയാണോ സ്നേഹിക്കുണ്ടായത്? ആ കണ്ണില്ലേ, മൂക്ക് അവിടെ ഇല്ലേ, തല അവിടെ ഇല്ലേ, തലച്ചോറ് അവിടെ ഇല്ലേ? ഇതൊക്കെ മറ്റൊരാൾക്ക് കൊണ്ട് മാറ്റി വെച്ചുകൂടെ? വേണമെങ്കിൽ കണ്ണ് മാറ്റി വെച്ചുകൂടെ? മറ്റേ 6 മണിക്കൂർ സമയമൊക്കെ ഉണ്ട് തോന്നണോ? ഇല്ലേ? കണ്ണ് വെച്ചാൽ കണ്ണ് ചൂഴ്ന്നെടുക്കല്ല, മറ്റേ ലെൻസൊക്കെ കൊണ്ടായിട്ട് വെക്കാം, പാൻക്രിയാസ് മാറ്റി വെക്കാം, ഹൃദയം മാറ്റി വെക്കാം, കിഡ്നിയും ചട്നിയും ഒക്കെ മാറ്റി വെക്കാം എന്നൊക്കെ പറയണത് അല്ലേ. ഉള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ മറ്റൊരാളിൽ പ്രവർത്തിക്കും. പക്ഷെ ആ ജീവനിനി പ്രവർത്തിക്കുകയോ ഇല്ല. അപ്പം മൃതമായ ആ ശരീരം അതിനെന്താ മൂല്യം കൊടുക്കണത്? അതിന് മൂല്യം ഇല്ല. അത് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയുണ്ടായത് അതിനകത്തുള്ള ആത്മചൈതന്യത്തെയാണ്. അത് പോയാൽ പിന്നീടത് കേവലമായ
ഒരു മൃതസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അതിനെ കണ്ടാൽ ഭയമാണ് നമുക്ക് തോന്നുക. പിന്നീട് എത്രയും പെട്ടെന്ന് നമ്മൾ ആ ശവദാഹം നടത്തി ആ ബാധ്യത അങ്ങോട്ട് ഒഴിക്കും. അല്ലേ, മരണമൊക്കെ നടന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക കാര്യമായിട്ട്. അല്ലേ, ഗംഭീരമായ കരച്ചില്, മരിച്ചു എന്നൊക്കെ പറഞ്ഞ് മരിച്ച വീട്ടിൽ ഏകമായിട്ടുള്ള കരച്ചിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പണ്ടത്തെ മാതിരി ഇപ്പം ഇല്ല. പണ്ടൊക്കെ വെച്ചാൽ വലിയ കരച്ചിലും ബഹളമൊക്കെ നമുക്ക് കാണാമായിരുന്നു. അപ്പം അപ്പോൾ അറിയാനും വയ്യ നമുക്കൊക്കെ. ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഗംഭീരമായിട്ട് പൊട്ടിക്കരച്ചിലും ബഹളമൊക്കെ ആയിട്ടൊക്കെ നിൽക്കുക. അമ്മാവനെ മരിച്ചു കിടക്കണതാ. ഭാര്യ വെച്ചാൽ അമ്മാവന്റെ ഭാര്യയല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ വെച്ചാൽ അവിടെ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മാവും പോയില്ലോ, എൻ്റെ അമ്മാവും പോയില്ലോ, എൻ്റെ അമ്മാവും പോയില്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരമായിട്ട് ഗംഭീര കരച്ചില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കരച്ചിലിന്റെ ഇന്റൻസിറ്റി ഒക്കെ കുറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞിട്ടിരുന്നു. എന്നിട്ട് ആരെങ്കിലും വരണ്ടോ നോക്കിയിട്ട് ആ പടിപ്പരയും കൂടെ കടന്നിട്ട് ഇങ്ങനെ കീറി വരുമ്പോ എൻ്റെ വല്യമ്മ ഒന്ന് പറഞ്ഞു, എൻ്റെ അമ്മാവനുണ്ടായ കാലത്ത് എന്നെ വലിയ ജീവിച്ചിരിക്കുമ്പോൾ ഈ വഴിക്ക് വരാത്ത കാരണവരാ. അത് മരിച്ചാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലേ, എൻ്റെ അമ്മാവൻ എന്നെ കഴിഞ്ഞിട്ട് സ്വന്തഭാഗം വെച്ചപ്പോൾ ഒരു വക കൊടുക്കാതിരുന്ന കാരണവരാ. എന്നാലും പറഞ്ഞു, എൻ്റെ അമ്മാവൻ എന്നെ കഴിഞ്ഞിട്ട് ആരും ഉണ്ടായിരുന്നുള്ളൂ, മക്കളെക്കാളും ഇഷ്ടം എന്നോടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗംഭീര കരച്ചില. മെല്ലപ്പോയി ചോദിച്ചു അടുത്ത് പോയിട്ട്, അതേ എത്ര നേരം എങ്ങനെ ഇരിക്കുക, എന്തെന്ന് കരയാനാ ഉദ്ദേശം? നിങ്ങൾക്ക് എന്താ മനുഷ്യ വിഷമം? എനിക്കല്ലേ വിഷമമുള്ള? എൻ്റെ അമ്മാവനല്ലേ മരിച്ചത്. അമ്മാവനെ ഇവിടുന്ന് എടുത്തിട്ടേ ഞാൻ പച്ചവെള്ളം കുടിക്കുള്ളൂ. അങ്ങനെയാണോ ഉദ്ദേശം? അങ്ങനെ തന്നെയാ ഉദ്ദേശം. അമ്മാവനെ ഇവിടുന്ന് എടുത്തോ. പിന്നെ അവിടെ ഇരുന്ന് കരഞ്ഞോളൂ നിരിച്ചു. കരയട്ടെ നമ്മച്ചു. അപ്പോഴാണ് മക്കളുടെ വിളിയൊക്കെ. മറ്റേ കുട്ടികളൊക്കെ ഹോളണ്ടിലും പാരീസിലൊക്കെയാണ് അമ്മാവൻ്റെ മക്കളെ. അവരൊക്കെ വിളിച്ചു, ഏട്ടാ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എപ്പോൾ ഫ്ലൈറ്റ് അമ്മാവ് മരിച്ചപ്പോഴല്ലേ അറിഞ്ഞുള്ള അച്ഛൻ മരിച്ച വിവരം. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു നേരെ ദുബായിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ബോംബെയിൽ വന്ന് അവിടുന്ന് വേഗം ഫ്ലൈറ്റും പിടിച്ച് കൊച്ചിയിലും വന്നിട്ട് കാറും പിടിച്ച് വരുമ്പോഴേക്കും മറ്റന്നാൾ രാവിലെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം മറ്റേ സാധനം ഉണ്ടല്ലോ, എന്ത് തണുപ്പിച്ചിരുന്ന പെട്ടി, അതിനകത്ത് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് ഞങ്ങൾ കുട്ടികളെ പാൻമക്കളില്ലാണ്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇവിടെ ഒരാള് അമ്മാവനെ എടുത്തിട്ടേ പച്ചവെള്ളം കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റന്നാൾ രാവിലെ എടുക്കാൻ നിർവാഹമുള്ളൂ എന്നാ പറയണത്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, മറ്റേ സംവിധാനമൊക്കെ ചെയ്യാന്നും പറഞ്ഞിട്ട് മറ്റേ ഫ്രിഡ്ജൊക്കെ ഓർഡർ ചെയ്തിട്ട് മറ്റേ അതിനകത്ത് കിട്ട് വെച്ചു അമ്മാവനെ. അപ്പോഴേക്കും ഭാര്യയെ പോയി തട്ടി വിളിച്ചു, അതേ എന്താ ഉദ്ദേശം? എൻ്റെ അമ്മാവനെ ഇവിടുന്ന് എടുക്കാതെ തുള്ളി വെള്ളം ഞാൻ കഴിക്കില്ല. അമ്മാവനെ എടുക്കണ കാര്യം പറയാനാ വന്നത്. കുട്ടികളെ ഫ്ലൈറ്റും പിടിച്ച് ദുബായിൽ ഇറങ്ങി ബോംബെയിൽ വന്ന ഫ്ലൈറ്റും പിന്നെ കൊച്ചിയിലൊക്കെ വന്ന് വരുമ്പോഴേക്കും മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തുള്ളൂ. എപ്പോ? മറ്റന്നാൾ രാവിലെ. അപ്പോഴെടുക്കും. അതുവരെ കഴിക്കാണ്ടിരിക്കാനാണ് ഉദ്ദേശം. മറ്റന്നാൾ രാവിലെ എത്തുള്ളൂ. അപ്പൊ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? അപ്പുറത്ത് വിട്ട് ഉപ്പുമാവും പഴവും ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പൊ വന്നാൽ കഴിക്കാം. എന്നാ ഉപ്പുമാവ് കഴിച്ചിട്ട് കരയാലേ? എന്നെ പറഞ്ഞത്. അപ്പൊ അമ്മാവനോടുള്ള സ്നേഹം മനസ്സിലുണ്ടെങ്കിലും നേരത്തെ നിരീക്ഷ മാതിരിയല്ല. നമുക്ക് കൊണ്ട് നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ഉണ്ടായത് ആ ആത്മസ്വരൂപത്തെ അല്ലേ, ഇതിനുള്ളിലിരിക്കുന്നതായ അതിന് നാശമുണ്ടോ? അച്ഛേയോയം അക്ലേഭ്യോ ശോഷയേവച നിത്യം സർവഗതസ്ഥാണുരചലോയം സനാതന. ആ ആത്മസ്വരൂപത്തിനുണ്ടോ നാശം? ആത്മസ്വരൂപത്തിനുണ്ടോ മരണം? അതിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? പുനഃസൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇല്ല. അത് പ്രകൃതിയിൽ ഭഗവത് അംശമായിട്ട് എനിക്കുണ്ടായ സ്വരൂപമാണ്, അതിന് നാശമില്ല. അതുകൊണ്ട് ഗരുഡ അവിടുന്ന് മനസ്സിലാക്കൂ, ഈ ശരീരത്തിൽ ഇരിക്കണ കാലത്ത് വേണം ശ്രേയസ്സുള്ള കർമ്മങ്ങൾ ചെയ്യാൻ. ആ ശരീരത്തെ വെറുതെ കളയരുത്. ഈ ശ്രേയോധർക്കമായിട്ടുള്ള മനുഷ്യജന്മം ദുർലഭം ഹി മനുഷം ജന്മം ദുർലഭായ. ഈ മനുഷ്യജന്മം കിട്ടിയെങ്കിൽ ശ്രേയോധർക്കങ്ങളായ സത്കർമ്മത്തെ അനുഷ്ഠിച്ചിട്ട് ഭഗവത് പ്രാപ്തിയെ നേടാൻ സാധിക്കട്ടെ.